അല്ല 108 ഞാൻ എൻ്റെ കണക്ക് പ്രകാരം ഞാൻ നോക്കിയപ്പോൾ 122 ഉദ്യോഗസ്ഥന്മാരുണ്ട്. കാരണം അത് മുഖ്യമന്ത്രി നിയമസഭയിൽ വെളിപ്പെടുത്തുക. ഇനി 108 ആണെന്നുണ്ടെങ്കിൽ ആണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. 108 പോയിട്ട് ഒറ്റയാളെ പോലും പിരിച്ചുവിടാനായിട്ടുള്ള ആർജവം കാണിക്കാത്ത കോൺഗ്രസ് മന്ത്രിസഭ ഇവിടെ ഉള്ളപ്പോൾ 108 പേരോ അല്ലെങ്കിൽ 122 പേരോ ആട്ടെ, ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും ജനങ്ങൾക്ക് വിരുദ്ധമായിട്ട് ക്രിമിനലൈസേഷനോ അല്ലെങ്കിൽ കൈക്കൂലി അല്ല എന്തെങ്കിലും മോശമായ രീതിയിൽ ആ സേനയ്ക്കിണങ്ങാത്ത രീതിയിൽ പ്രവർത്തിച്ചവരെ പിരിച്ചുവിടുക എന്ന് പറയുന്ന അറ്റകൈ പ്രയോഗം, അതിന് തൻ്റെ ഇടം കാണിച്ച ഒരു സർക്കാർ. ഒരു പക്ഷേ കേരള പോലീസ് സേനയിലെ ഏറ്റവും കുപ്രസിദ്ധനായ ഒരു ഓഫീസറാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് മറികടന്നുകൊണ്ട് ടൈഗർ ഫോഴ്സ് എന്നൊരു ഫോഴ്സ് ഉണ്ടാക്കി ഒരാളെ ഉരുട്ടിക്കൊന്നത്. അയാളെ ഒരു തരത്തിലും സർക്കാർ നോവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, IPS കൺഫർ ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം കൊടുത്തു. അദ്ദേഹത്തെ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റി സുഖമായിട്ട് റിട്ടയർ ചെയ്തു. AV ജോർജിന്റെ ട്രാക്ക് ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചു നോക്കുക റെജി ലൂക്കോസ്. അല്ല, AV ജോർജിന്റെ ട്രാക്ക് ഹിസ്റ്ററി ഒരു പരിധിവരെ അറിയാത്ത ഒരാളാണ് ഞാനും അജംസും ഈ ചർച്ചയിലിരിക്കുന്ന എല്ലാവരും. AV ജോർജിനെ നിങ്ങൾ ക്രൂശിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, AV ജോർജ് തീവ്രവാദ മാനസികാവസ്ഥയുള്ളവർക്കും പീഡനവാദ ചിന്തയുള്ളവർക്കെതിരെ സ്വന്തം ജീവൻ പോലും പിന്നെ എന്താ പറയുക കയ്യിലെടുത്തുകൊണ്ട് ചെയ്ത പ്രവർത്തികൾ, വിഴിഞ്ഞത്തും പാളയത്തൊക്കെ നടത്തിയ ആക്രമണങ്ങളും അതിനെതിരെ നേരിട്ട അദ്ദേഹത്തിന് ചങ്കൂറ്റവും അങ്ങനെ നിസ്സാരമായിട്ട് നിങ്ങൾ കാണണ്ട. AV ജോർജിനെ അങ്ങനെ ഏറ്റവും കുപ്രശസ്തനായ ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറഞ്ഞങ്ങ് ഭീഷണിപ്പെടുത്തുമ്പോൾ എനിക്കിതൊന്ന് ഓർമ്മിപ്പിക്കണം. കാരണം അത് അജിംസ് അറിയാമല്ലോ ആ കഥകൾ. അദ്ദേഹത്തിന് ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് അദ്ദേഹം പല നടപടികളെടുത്ത്. അപ്പൊ അതിനെ കൊണ്ട് നമ്മുടെ AV ജോർജിന്റെ വിഴിഞ്ഞ കലാപം അല്ല, അദ്ദേഹം ചെയ്ത ജീവൻ കയ്യിൽ പിടിച്ചുള്ള പറയാമോ റെജി ലൂക്കോസ് ഒന്ന് പറ, നമ്മളൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഭീമാപ്പള്ളിയിൽ കുറെ പേര് വെടിവെച്ചു അങ്ങേര്. അല്ല ഭീമാപ്പള്ളി മാത്രമല്ല, വിഴിഞ്ഞം കടപ്പുറത്തുണ്ടായ അസ്വസ്ഥതകൾ നിയന്ത്രിച്ചതിൽ അദ്ദേഹം കാണിച്ചൊരു ആർജവം. കേരളത്തിൽ ഒരു പോലീസ് സേന എന്താ ചെയ്യേണ്ടത്? പോലീസ് സേന കലാപാന്തരീക്ഷം ഉണ്ടാകുമ്പോഴത്തേക്ക് ആദ്യത്തെ നടപടി എന്നുള്ള നിലയ്ക്ക് അവർക്ക് താക്കീത് കൊടുക്കുക, ലാത്തിച്ചാർജ് ചെയ്യും. എന്നിട്ട് പിരിഞ്ഞു പോയില്ല, നാടിന് ആവർക്കരമായ മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവർ നിയമപരമായ നടപടി സ്വീകരിക്കും. അതിൽ ധീരത കാണിച്ചിട്ട് ഉദ്യോഗസ്ഥനെ ഞാൻ പറഞ്ഞോളൂ. എനിക്കിപ്പോൾ അതേമായിട്ട് യാതൊരു ബന്ധമില്ല, എനിക്ക് നേരിട്ട് പരിചയം പോലും ആ ഉദ്യോഗസ്ഥരില്ല. പക്ഷെ നിങ്ങളൊരാളെ വക്രീകരിക്കുമ്പോൾ ഏറ്റവും കുപ്രശസ്തനായ ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറയുമ്പോൾ ഈ രീതിയിലുള്ള ചില പിന്നാമ്പറങ്ങളും അത്ര ഉദ്യോഗസ്ഥന്മാർക്കുണ്ടെന്ന് മനസ്സിലാക്കുക. ഞാൻ അവരെ ന്യായീകരിക്കാൻ പറഞ്ഞൊന്നുമില്ല. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ ശ്രീകുമാർ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു പച്ചക്കള്ളോട് ഞാൻ വളരെ റെസ്പെക്ട് ചെയ്തതാണ് സാറൊന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ നേതാക്കന്മാർ, നിങ്ങളുടെ UDF പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാർക്ക് നിങ്ങൾ മുകളിൽ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതല്ലാണ്ട് താഴോട്ടിറക്കി വന്ന് അണികളെ സംരക്ഷിക്കാനോ അവരുടെ വികാരങ്ങളെ ഉൾക്കൊള്ളാനോ നിങ്ങൾ ആരും തയ്യാറല്ല. ഷാഫി പറമ്പിലെന്നും പറഞ്ഞിട്ട് ഇപ്പോഴത്തെ വടകര MP ഉണ്ട്. ഈ വിഷയം നടക്കുമ്പോൾ അദ്ദേഹം പാലക്കാട് MLA ആണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ചെറുപ്പക്കാരനും അവിടുത്തെ പ്രാദേശിക നേതാക്കളും പലതവണ റിക്വസ്റ്റ് ചെയ്തു, കുന്നംകുളത്ത് ഞങ്ങളുടെ പ്രതിഷേധ മീറ്റിംഗ് വരുന്നുണ്ട്, അതിലൊന്ന് പങ്കെടുക്കണം എന്ന് പറഞ്ഞവർക്ക് അദ്ദേഹം മൈൻഡ് പോലും ചെയ്തില്ല, അദ്ദേഹം അതിൽ പങ്കെടുത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അതേസമയം ഇത്തരം തെറ്റുകൾ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനങ്ങൾ കോൺഗ്രസിൽ നിന്നുണ്ട്. അതല്ല ജനാധിപത്യം എന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങളുടെ ഇടതുപക്ഷമാണ് ഭരിക്കണമെങ്കിൽ പോലും ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന തെറ്റുകളെ ഇവിടെ പ്രതിപക്ഷത്തിന് ചൂണ്ടിക്കാണിക്കാം, ഇവിടുത്തെ മാധ്യമങ്ങളിൽ ചൂണ്ടിക്കാണിക്കാം. അത് മാധ്യമങ്ങളെ പ്രതിപക്ഷം പോലീസുകാർക്ക് സംരക്ഷണവുമായി വരും. ഞാൻ ഇപ്പൊ അങ്ങ് ചോദിച്ചാൽ AV ജോർജ് ജീവൻ കയ്യിലെടുത്ത് സാഹസികമായി കുറെ പ്രശ്നങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ പൊൻതൂരുകൾ ഞാൻ എണ്ണി പറയാം. EK നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം മഹദനിയെ അറസ്റ്റ് ചെയ്ത് കോയമ്പത്തൂർ പോലീസിന് കൈമാറി. പിന്നീട് LDF തങ്ങളുടെ ഭരണ നേട്ടമായി ഉയർത്തിക്കാട്ടിയ കാര്യമാണ്, അത് വേറൊരു കാര്യം. പക്ഷേ പിന്നീട് മഹദനി പുറത്തു വരുമ്പോൾ CPM അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യം, ഭീമാപ്പള്ളി വെടിവെപ്പിന് നേതൃത്വം നൽകിയ ആളാണ് അദ്ദേഹം. ആ സമയത്ത് കോടിയേരിയാണ് ആഭ്യന്തരമന്ത്രി, അന്ന് തിരുവനന്തപുരത്ത് ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്നു. മൂന്നാമത് അൻവാർ ശേരി, അതായത് ഇതേ മഹദനിയുടെ സ്ഥലമാണ്. അൻവാർ ശേരിയിൽ റെയ്ഡ് നടത്തി അവിടെ നിന്ന് ഗർഭനിരോധന ഉറ പിടിച്ചെടുത്തു എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ ആളാണ് ഇദ്ദേഹം. മറ്റൊന്ന്, കുമളിയിൽ നിന്ന് അദ്ദേഹം ഇടുക്കിയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു കാർപ്പറ്റ് വ്യാപാരിയെ തീവ്രവാദി എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു. അയാൾ കശ്മീർ സ്വദേശിയായിരുന്നു. കോടതി അയാൾ വെറുതെ വിട്ടു. വേണ്ടാധീനം കാണിക്കരുതെന്ന് കോടതി പോലീസിനോട് പറഞ്ഞു. അത് ഇങ്ങനെ ശ്രീജിത്തിൻ്റെ കസ്റ്റഡി ഭരണം വേറെ ഉദാഹരണം. ഇങ്ങനെ ഒരുപാട് ട്രാക്ക് റെക്കോർഡുണ്ട്. നിങ്ങൾ പറഞ്ഞ ആ സാഹസിക കൃത്യം എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഈ AV ജോർജിനെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു പിണറായി വിജയൻ്റേത് ആദ്യാവസാനം.